ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 133 മുതൽ 136 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 133 സങ്കീർത്തനം 1 വാക്യം. ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. ആരോഹണ ഗീതങ്ങളിൽ ഉൾപ്പെടുന്നതും ഏവർക്കും സുപരിചിതവുമാണ് ഈ സങ്കീർത്തനം. യെരുശലേമിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനത ആരാധനയ്ക്കായി കൂടി വരുമ്പോഴുള്ള അവരുടെ ഐക്യം ഈ സങ്കീർത്തനത്തിലൂടെ വെളിവാകുന്നു. ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി തീർന്ന അവസരത്തിൽ ഈ സങ്കീർത്തനം എഴുതുകയും പാടുകയും ചെയ്തു എന്ന് കരുതുന്നു. സഹോദരന്മാരുടെ ഐക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. 133 സങ്കീർത്തനത്തെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായി ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഐക്യം അഭിഷേകത്തിൻ്റെ എണ്ണ പോലെയാണ്. അഹരോനെ മഹാപുരോഹിതനായി അഭിഷേകം ചെയ്ത് വിശേഷതരമായ തൈലം ഉപയോഗിച്ചായിരുന്നു. പാരമ്പര്യമനുസരിച്ച് അഭിഷേക തൈലത്തിൽ 2 തുള്ളി അഹരോന്റെ താടിയിൽ തങ്ങി നിന്നതായും അത് പാപപരിഹാരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമായിരിക്കുന്നു എന്നും ജനങ്ങൾ വിശ്വസിച്ചു പോരുന്നതായിട്ട് പറയപ്പെടുന്നു. മാത്രവുമല്ല, പ്രവാചകനായും മഹാപുരോഹിതനായും അഭിഷേകം ചെയ്യപ്പെട്ട യേശു ക്രിസ്തു നിത്യരാജാവായി ഭാവിയിൽ അഭിഷേകം ചെയ്യപ്പെടുമെന്നുമാണ് ഇതിലൂടെ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ അഭിഷേക തൈലം വിശുദ്ധതയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും അടയാളമാണ്. ഐക്യമുള്ളിടത്ത് ദൈവത്തിൻ്റെ അഭിഷേകവും ശക്തിയും പ്രവഹിക്കുന്നു. പ്രിയ ദൈവജനമേ, അഭിഷേകത്തിൻ്റെ തൈലം നമ്മിലേക്ക് പകരണമെങ്കിൽ നമ്മിൽ ഐക്യം സാധ്യമാകണം. ഐക്യം സാധ്യമാക്കുവാൻ നമ്മിലെ അസൂയയും മത്സരവും ഉപേക്ഷിക്കുവാനായിട്ട് നാം തയ്യാറാണോ? രണ്ടാമതായിട്ട്, ഐക്യം ഹെർമോൻ മഞ്ഞുപോലെ ജീവൻ പകരുന്നതാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ചിലർ ഇതിൻ്റെ സിയോൻ പർവ്വതമായിട്ട് കരുതുന്നു. സിയോൻ പർവ്വതത്തിൽ നിശബ്ദമായി പതിക്കുന്ന ഹെർമോന്യ മഞ്ഞ് കുളിർമ പ്രദാനം ചെയ്യുന്നതും ഉന്മേഷം പകരുന്നതുമാണ്. അത് ഭൂമിയെ ഉന്മേഷമുള്ളതാക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുപോലെ ഐക്യം നമ്മുടെ ആത്മീയ ജീവിതത്തെയും പുതുക്കേണ്ടതായിട്ടുണ്ട്. ഐക്യമുള്ളിടത്തെ ആത്മീയ വളർച്ച സാധ്യമാകൂ. എന്നാൽ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഐക്യവും നന്നേ കുറവാണ്. അഹങ്കാരവും ഞാനെന്ന ഭാവവും അസൂയയും മത്സരവും ഒക്കെ ഇന്ന് ഐക്യത്തെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളും വിദ്വേഷവും തലമുറകളിലെ ചിന്താഗതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വിഭാഗീയ ചിന്തകൾ തുടങ്ങിയവ ഐക്യമെന്ന മൂല്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ഐക്യം വളർത്തുന്ന വ്യക്തിയാണോ അതോ ഭിന്നത വളർത്തുന്ന വ്യക്തിയാണോ എന്ന്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന്. അപ്രകാരം ഒത്തൊരുമയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും ഐക്യം വളർത്തിയെടുക്കുവാൻ ഞങ്ങളിലൂടെ ഇടയാക്കണമേ. ഭിന്നതയുടെ, പകയുടെ, പിണക്കത്തിൻ്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുന്നവരും അത് സമൂഹത്തിന് പകരുന്നവരുമാക്കി തീർക്കുവാൻ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങളെയും ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.